സുവിശേഷൻ എം സക്കറിയ കോട്ടയം എഴുതിയ ആത്മനിറവും അന്യഭാഷാ ഭാഷണവും എന്ന പുസ്തകത്തിൻ്റെ 32, 33 അധ്യായങ്ങളാണ് ഇന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത്. അധ്യായം 32 ആത്മമുദ്ര. അർത്ഥസമ്പൂർണമായ ഒരു ആത്മീയ പ്രക്രിയ. ക്രിസ്തു ശരീരമായ സഭ പരിശുദ്ധാത്മ സ്നാനത്താലാണ് രൂപവൽക്കരിക്കപ്പെട്ടത്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട സകല വിശ്വാസികളും രക്ഷിക്കപ്പെട്ട നിമിഷം തന്നെ ആത്മസ്നാനത്താൽ സംഘടിക്കപ്പെട്ടു. ശരീരമായ ആ സഭയിൽ ചേർക്കപ്പെട്ട് കഴിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ടാണ് യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു എന്ന് കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലൻ എടുത്തു പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിലുള്ള സകല വിശുദ്ധന്മാരും ഏക ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നവരാണെന്നും ആ ശരീരത്തിൽ ആത്മസ്നാനം പ്രാപിക്കാത്തവരായി ഒരു വ്യക്തി പോലും ഇല്ലെന്നുള്ള സത്യം പകൽ പോലെ വെളിവാക്കുന്ന വേദഭാഗമാണ് 1 കൊരിന്ത്യർ 12:13. അതുപോലെ തന്നെ ക്രിസ്തു സഭാംഗങ്ങളായ വിശ്വാസികൾ എല്ലാവരും പുതിയ നിയമ പുരോഹിതന്മാർ കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്തു ചെല്ലുവാൻ അവകാശം ലഭിച്ച രാജകീയ പുരോഹിത വർഗമാണ്. അവരാരും അഭിഷേകം കൂടാതെ പുരോഹിതന്മാരായവരല്ല. അവർ തൈലം കൊണ്ടല്ല, പ്രത്യുത പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. അവരെ മനുഷ്യർ ആരുമല്ല, ദൈവം തന്നെയാണ് അഭിഷേകം ചെയ്തത്. ഈ അഭിഷേകം പ്രാപിക്കാത്ത ഒരൊറ്റ വ്യക്തി പോലും ദൈവസഭയിൽ ഇല്ല എന്നാണ് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത്. മേൽപ്പറഞ്ഞ കാര്യങ്ങളിലെ തെളിവുകളും ന്യായങ്ങളുമാണ് കഴിഞ്ഞ ചില അധ്യായങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുള്ള പഠനത്തിൽ ഉപദേശപരമായ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് ആത്മമുദ്ര എന്നുള്ളത്. ആത്മമുദ്ര എന്നാൽ എന്ത്? ആത്മമുദ്ര നൽകപ്പെടുത്തുന്നത് എപ്പോൾ? ആത്മമുദ്ര നൽകുന്നത് ആര്? ആത്മാവിനാൽ മുദ്രയിടുന്നത് എന്തിന്? ഈ 4 ചോദ്യങ്ങൾക്ക് തിരുവെഴുത്ത് എന്ത് മറുപടി നൽകുന്നു എന്നാണ് പരിശോധിക്കേണ്ടത്. ചോദ്യം 1. ആത്മമുദ്ര എന്നാൽ എന്ത്? മുദ്രവയ്പ് എന്ന കൃത്യം ലൗകിക ഇടപാടുകളിൽ പല രംഗങ്ങളിലും കാണപ്പെടുന്ന ഒന്നാണ്. ഉടമസ്ഥത അഥവാ ഓണർഷിപ്പ്, ഉത്തരവാദിത്വം അഥവാ റെസ്പോൺസിബിലിറ്റി, ഉറപ്പ് അഥവാ സെക്യൂരിറ്റി, സുരക്ഷിതത്വം അഥവാ സേഫ്റ്റി, സ്ഥിരീകരിക്കൽ അഥവാ ഓതന്റിക്കേഷൻ മുതലായ കാര്യങ്ങളാണ് മുദ്രയിടൽ കൊണ്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതുമാത്രമല്ല, അധികാരം, അംഗീകാരം, അനുവാദം, നിരോധനം മുതലായവയുടെ പ്രത്യക്ഷ അടയാളമായും മുദ്ര ഉപയോഗപ്പെടുത്താറുണ്ട്. മുദ്രയിടപ്പെട്ട വസ്തുവിന്മേൽ മുദ്രയിട്ട ആളിനുള്ള കർത്തൃത്വം പരസ്യപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ എല്ലാം സാരം. ഈ വസ്തുത വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുന്ന പല വേദഭാഗങ്ങളുമുണ്ട്. മുദ്ര എന്നാൽ എന്താണെന്ന് സാധാരണക്കാർക്ക് പോലും മനസ്സിലാകാൻ ഉതകുന്ന വിധം 2 മുദ്രവയ്പ്പുകളെപ്പറ്റി വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയാൽ മുദ്രയിടപ്പെട്ടവരായ 144,000 പേരുടെ വിവരം വെളിപ്പാട് 7:2 മുതൽ 9 വരെയുള്ള ഭാഗത്ത് കാണുന്നുണ്ട്. മഹാപീഡനകാലത്ത് ഇസ്രയേലിലെ 12 ഗോത്രങ്ങളുടെ മധ്യത്തിൽ നിന്ന് ദൈവത്തിനായി പ്രത്യേക നിലയിൽ തെരഞ്ഞെടുക്കപ്പെട്ട് വേർതിരിക്കപ്പെട്ടവരാണവർ. ആ വേർതിരിക്കൽ വേലയുടെ തൽക്ഷണ കർമ്മവും അടയാളവുമാണ് ആ മുദ്രയിടൽ. നെറ്റിമേലുള്ള ആ മുദ്രവയ്പിൽ കൂടിയാണ് അവർ ഒരു പ്രത്യേക കൂട്ടമാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടത്. അതുപോലെ തന്നെ അന്തിക്രിസ്തുവിനു വേണ്ടി വേർതിരിക്കപ്പെട്ട മറ്റൊരു കൂട്ടത്തെപ്പറ്റി വെളിപ്പാട് 13:16, 17 നാം വായിക്കുന്നു. മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്ര വലങ്കൈമേലോ നെറ്റിയിലോ ഏൽക്കുന്നവരാണവർ. അവർ അന്തിക്രിസ്തുവിനെ അംഗീകരിക്കുന്നവരും അവനാൽ അംഗീകരിക്കപ്പെട്ടവരുമാണെന്ന് ഉറപ്പാക്കുന്ന പ്രത്യക്ഷ അടയാളമാണ് ആ മുദ്ര. അതിനുവേണ്ടിയാണ് അവരെ മുദ്ര വെച്ചത്. ഈ 2 സംഭവങ്ങളും മുദ്രവയ്പിന്റെ അർത്ഥം എന്താണെന്ന് തെളിവായി വെളിപ്പെടുത്തുന്നവയാണ്. അപ്രകാരം തന്നെ പരിശുദ്ധാത്മാവിനാലുള്ള മുദ്രയും അർത്ഥസമ്പൂർണമായ ഒരു ആത്മീയ പ്രക്രിയയാണ്. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവമകനായി തീരുന്ന ഒരു വ്യക്തിയെ അപ്പോൾ തന്നെ തന്റെ വകയായി തീർത്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന അദൃശ്യമായ ദൈവ പ്രവർത്തനമാണ് ആത്മാവിനാലുള്ള മുദ്രവയ്പ്. അതുവരെ സാത്താന്റെ ഉടമസ്ഥതയിൽ കൈവശാധികാരത്തിൽ വരുന്ന ആ വസ്തു പൂർണ്ണമായി ദൈവത്തിന്റെ വകയാക്കി തീർത്തിരിക്കുന്നു എന്ന സാരം. അതാണ് ആത്മമുദ്ര. ചോദ്യം 2. ആത്മമുദ്ര നൽകുന്നത് എപ്പോൾ? ഒരു പരിധിവരെ ഈ ചോദ്യത്തിന് മറുപടിയും ആത്മമുദ്ര എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് മറുപടിയിൽ തന്നെ ഉണ്ട്. ഉപദേശപരമായി വിശ്വാസികൾക്ക് ആത്മമുദ്ര നൽകപ്പെട്ട സമയത്തെക്കുറിച്ചുള്ള ഒരു വിവരണം എഫേസ്യർ 1:13-14 വാക്യങ്ങളിലുണ്ട്. അത് വിശേഷാൽ ശ്രദ്ധേയമാണ്. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി തൻ്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു എന്നുള്ള പൗലോസിന്റെ പ്രസ്താവനയാണത്. ഈ ഭാഗത്തിന് ഗ്രീക്കിൽ നിന്നുള്ള ശരിയായ തർജ്ജമകളിൽ അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് എന്നതിന് പകരം കുറെ കൂടെ തെളിവായി അവനിൽ വിശ്വസിക്കുകയും ചെയ്തപ്പോൾ നിങ്ങൾ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടു എന്നാണ് കാണുന്നത്.
അപ്പോൾ ആത്മമുദ്ര നൽകപ്പെടുന്നത് ഒരു പാപി യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്ന നിമിഷത്തിൽ തന്നെയാണെന്ന് സ്പഷ്ടമാണ്. ഭാഷയുടെ സൂക്ഷ്മമായ ഘടനയും ഉപദേശ ബന്ധവും പരിഗണിക്കാതെ ഇൻ ഹും ഓൾസോ ആഫ്റ്റർ ദാറ്റ് ഈ ബിലീവ്ഡ് വെർ സീൽഡ് എന്ന് ചിലർ തെറ്റായി തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തി വിശ്വസിച്ച് കുറെ കഴിഞ്ഞിട്ടാണ് ആത്മമുദ്ര ലഭിക്കുന്നത് എന്ന് ചിലർ പഠിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ ആ വ്യാഖ്യാനം തികച്ചും വചനവിരുദ്ധമാണ്. മേൽപ്പറഞ്ഞ ശരിയല്ലാത്ത പരിഭാഷ വാദത്തിനു വേണ്ടി അംഗീകരിച്ചാൽ പോലും വചനം വിശ്വസിച്ച ശേഷം ആത്മമുദ്ര ലഭിക്കുന്നതിന് കാലതാമസമുണ്ടെന്ന് വാദിപ്പാൻ ന്യായമില്ല. ഞാൻ സുവിശേഷം കേട്ട് കർത്താവിൽ വിശ്വസിച്ച ശേഷമാണ് രക്ഷിക്കപ്പെട്ടതെന്നൊരാൾ പറഞ്ഞാൽ വിശ്വസിച്ച് കഴിഞ്ഞ് വളരെ നാൾ കഴിഞ്ഞാണ് രക്ഷിക്കപ്പെട്ടതെന്ന് പറയുവാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ഞാൻ സുവിശേഷം വിശ്വസിച്ചതിനാൽ വിശ്വസിച്ചതുകൊണ്ട് വിശ്വസിച്ചപ്പോഴാണ് രക്ഷിക്കപ്പെട്ടതെന്ന അർത്ഥമാണ് അവിടെയുള്ളത്. അപ്രകാരം തന്നെ എഫേസ്യർ സുവിശേഷം വിശ്വസിച്ചപ്പോൾ തന്നെ ആത്മാവിനാൽ മുദ്രയിടപ്പെട്ടു എന്നുള്ള സത്യമാണ് പൗലോസ് തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട് വളരെ കാലം കഴിഞ്ഞ ശേഷമല്ലല്ലോ ദൈവം പാപിയെ അംഗീകരിച്ച് തൻ്റെ വകയാക്കി തീർക്കുന്നത്. അതുകൊണ്ട് ഏവരും ആത്മാവിനാൽ മുദ്രയിടപ്പെടുന്നത് രക്ഷിക്കപ്പെടുന്ന അതേ വേളയിൽ തന്നെയാണെന്നാണ് വചനം തെളിവായി ചൂണ്ടിക്കാണിക്കുന്നത്. ചോദ്യം 3. ആത്മമുദ്ര നൽകുന്നത് ആര്? അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുവിരിക്കുന്നു എന്ന് 2 കൊരിന്ത്യർ 1:22 നാം കാണുന്നു. ആത്മമുദ്രയെക്കുറിച്ച് പ്രസ്താവിക്കുന്ന 3 ഭാഗങ്ങളെ വേദത്തിലുള്ളൂ. അവയിൽ ആദ്യത്തേതാണിത്. ഇവിടെ ആത്മാവിനാൽ മുദ്രയിടുന്നത് ദൈവം തന്നെയാണെന്ന് തെളിവായി പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് ഇടനിലക്കാരുടെ ഇടപെടലോ മാനുഷിക പരിശ്രമങ്ങളോ കാത്തിരിപ്പോ ഒന്നും നാം കാണുന്നില്ല. ചോദ്യം 4. ആത്മാവിനാൽ മുദ്രയിടുന്നത് എന്തിന്? പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെടുത്തിയും പിതാവും പുത്രനും നേരിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ഓരോന്നിനും അതിൻ്റെ പ്രത്യേക ഉദ്ദേശങ്ങളുമുണ്ട്. ആത്മസ്നാനത്തിനും ആത്മാഭിഷേകത്തിനും വ്യത്യസ്ത ലക്ഷണങ്ങളുണ്ടെന്ന് നാം കണ്ടതാണ്. അതുപോലെ ആത്മമുദ്രയ്ക്കും ചില പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട്. മുൻഭാഗത്ത് പറഞ്ഞിട്ടുള്ളതുപോലെ കർത്തൃത്വവും ഉത്തരവാദിത്വവും അവകാശവും സൂചിപ്പിക്കുന്നതിന് പുറമെ ദൈവജനത്തിൻ്റെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് എന്ന അതിമഹത്തായ ഒരു ഉദ്ദേശ്യം കൂടി ദൈവത്തിൻ്റെ പരിപാടിയിലുണ്ട്. വീണുപോയ മനുഷ്യൻ്റെ ആത്മാവിനെ മാത്രമല്ല, ദ്രവത്വമുള്ളതും മർത്യമായതും താഴ്ചയുള്ളതുമായ അവൻ്റെ ശരീരത്തിന് കൂടി വീണ്ടെടുപ്പ് നൽകുവാൻ പിതാവിന് പ്രസാദമായി. വീണ്ടെടുപ്പ് നാളിൽ, അതായത് നമ്മുടെ പ്രാണപ്രിയനായ കർത്താവിൻ്റെ പുനരാഗമന വേളയിൽ ശരീരങ്ങളുടെ തേജസ്കരണമെന്ന ആ വീണ്ടെടുപ്പ് നിവൃത്തിയാകുവാൻ പോവുകയാണ്. ഭാഗ്യകരമായ ആ മഹാനിമിഷത്തിൽ രക്ഷിക്കപ്പെട്ട ആരെയും വിട്ടുകളയാതെ മരിച്ച് മണ്ണിലുറങ്ങുന്ന വിശുദ്ധന്മാരുടെ ശരീരങ്ങൾക്ക് പുനരുത്ഥാനവും ജീവനോടിരിക്കുന്നവരുടെ ശരീരങ്ങൾക്ക് രൂപാന്തരവും നൽകി ആ ശരീരങ്ങളെ അവൻ വീണ്ടെടുക്കും. അതിനുവേണ്ടിയും അതിൻ്റെ ഉറപ്പായിട്ടും കൂടിയാണ് ദൈവം നമ്മെ എല്ലാവരെയും പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നത്. എഫേസർ 1:13, 14, 4:30 ഈ വലിയ പ്ലാനാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആകയാൽ പുതിയ നിയമ വിശ്വാസികളായ സകല ദൈവമക്കളും ആത്മമുദ്ര ലഭിച്ചവരാണെന്ന് സംശയാതീതമായി തെളിയുന്നു. അധ്യായം 33. പരിശുദ്ധാത്മാവെന്ന അച്ചാരം ദൈവത്തിൽ നിന്ന് ആദ്യദാനം. പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് ക്രിസ്തുസഭയിലെ വിശ്വാസികളായ സകലർക്കും യാതൊരു വ്യത്യാസവും കൂടാതെ ലഭിച്ചു കഴിഞ്ഞിട്ടുള്ളതായി തിരുവെഴുത്തിൽ തെളിവായി രേഖപ്പെടുത്തിയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ആത്മാവിനാലുള്ള ജനനം, പരിശുദ്ധാത്മ സ്നാനം, ആത്മാഭിഷേകം, ആത്മമുദ്ര ഇവയെല്ലാം ആ പട്ടികയിൽപ്പെട്ടതാണ്. അതുമാത്രമല്ല, ദൈവം നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഒരു അച്ചാരം എന്ന നിലയിൽ തൻ്റെ ആത്മാവിനെ തന്നുവിരിക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 1:22. ദൈവമക്കളുടെ അവകാശത്തിൻ്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവെന്നാണ് എഫേസർ 1:14 പൗലോസ് പറഞ്ഞിരിക്കുന്നത്. 2 കൊരിന്ത്യർ 5:5 ആത്മാവിനെ അച്ചാരമായിട്ടാണ് തന്നിരിക്കുന്നത് എന്നുള്ള കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അച്ചാരമെന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള മൂലപദത്തിന് കടം വാങ്ങുന്ന ഒരാൾ കടം കൊടുക്കുന്ന ആളിനെ പണയമായി ഏൽപ്പിക്കുന്ന ഈട് എന്നർത്ഥവും, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വസ്തു ഒരാൾ മറ്റൊരുവനോട് വിലയ്ക്ക് വാങ്ങുവാൻ ഏർപ്പാട് ചെയ്ത് ഉറപ്പാക്കുമ്പോൾ ആയതിലേക്ക് പ്രാപ്തി പോലെ വാങ്ങുന്ന ആൾ ആദ്യ വിഹിതമായി നൽകുന്ന വിലയുടെ ഒരു ഭാഗം എന്ന അർത്ഥവുമുണ്ട്. കൊടുക്കൽ വാങ്ങൽ ഇടപാടുകളിൽ ധാരാളമായി ഉപയോഗിക്കപ്പെടുന്ന ഈ പദം പൗലോസ് ഇവിടെ ഉപയോഗിച്ചത് സാധാരണക്കാർക്ക് പോലും ലളിതമായി വസ്തുത ഗ്രഹിപ്പാൻ ഇടയാകേണ്ടതിനാണ്. അച്ചാരം എന്ന പദപ്രയോഗം കൊണ്ട് ഒന്നാമതായി വെളിപ്പെടുന്ന കാര്യം ഒരു ദൈവവേദന ലഭിച്ചതും ലഭിക്കാനുള്ളതുമായ അനേക ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ആദ്യമായി നൽകപ്പെട്ടത് പരിശുദ്ധാത്മാവിനെ തന്നെയാണെന്നുള്ളതാണ്. കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടില്ല. പ്രത്യേക ബാക്കി കൊടുക്കേണ്ടത് മുഴുവൻ തക്ക സമയത്ത് കൊടുക്കും എന്നുള്ളതിൻ്റെ മുൻകൂട്ടിയുള്ള ഉറപ്പാണ് അച്ചാരം. അത് ആദ്യ ദാനമാണ്. റോമർ 8:23. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നാണല്ലോ വചനം. അത്രമാത്രം അവർണ്ണനീയമായ ശ്രേഷ്ഠദാനങ്ങൾ നമ്മുടെ അവകാശമായിട്ട് ദൈവം കരുതിയിട്ടുണ്ട്.
ഒരുക്കിയിട്ടുണ്ട്. അവയെല്ലാം തക്ക സമയത്ത് തന്റെ മക്കൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പിതാവാൻ ദൈവം വാക്കുമാറ്റുകയില്ലെന്നും സ്പഷ്ടമായി കാണിപ്പാൻ കൂടിയാണ് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവാൻ ദൈവത്തെ തന്നെ വിശ്വാസികൾക്ക് അച്ചാരമായി നൽകിയത്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ വിലയേറിയ പുത്രനെ നൽകുവാൻ പ്രസാദിച്ചതുപോലെ തന്നെ നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശയുടെ ഉറപ്പിനു വേണ്ടി ദൈവത്തിന് വിലയേറിയവനായ പരിശുദ്ധാത്മാവിനെയാണ് നമ്മുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിപ്പാൻ അവന് പ്രസാദം തോന്നിയത്. പരിശുദ്ധാത്മാവെന്ന ഈ അച്ചാരം ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത ഒരൊറ്റ വ്യക്തി പോലും ദൈവസഭയിൽ ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ ആത്മാവിനെ പ്രാപിച്ചിട്ടില്ലാത്തവർ ആരും രക്ഷിക്കപ്പെട്ടവർ അല്ല. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. റോമർ 8:9. രക്ഷയോട് ബന്ധപ്പെട്ട് ഉപദേശപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു വലിയ സത്യമാണ് ആത്മപ്രാവണമെന്നത്. പാപമോചനം, നിത്യജീവൻ, സ്വർഗീയ പൗരത്വം, പുത്രത്വം മുതലായി നിരവധി അനുഗ്രഹങ്ങളാണ് രക്ഷയോടൊപ്പം രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ഒരു ഭാവിക്ക് ലഭിക്കുന്നത്. ഇനി ഭാവിയിൽ ലഭിക്കുവാനിരിക്കുന്നത് വേറെ, പുത്തൻ ശരീരവും മറ്റും. ഇവയിലെല്ലാറ്റിനും മുമ്പായി ആദ്യ പങ്കെന്ന നിലയിൽ പാപി രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ തന്നു കഴിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ആ ദാനത്തെ അച്ചാരം എന്ന് വിളിക്കുന്നത്. എന്നാൽ ആത്മാവിനെയും ആത്മപ്രാവണത്തെ പറ്റിയും വളരെയേറെ കൊട്ടിഘോഷിക്കുന്ന പലരും ആത്മപ്രാവണം ഒരു രണ്ടാം അനുഗ്രഹമാണെന്നും വിശ്വാസി ആത്മാവ് പ്രാപിക്കുവാൻ കാത്തിരിക്കേണ്ടതാണെന്ന് പറയുന്നതായിട്ടാണ് അറിയുന്നത്. രക്ഷിക്കപ്പെട്ട് പല വർഷങ്ങൾ കഴിഞ്ഞാൽ താൻ ആത്മാവിനെ പ്രാപിച്ചതെന്ന് ധൈര്യമായി സാക്ഷിക്കുന്ന പ്രാസംഗികരെയും കാണാറുണ്ട്. ദൈവം തന്റെ പൈതലിന് ആദ്യദാനമായി നൽകിയ അച്ചാരമാണ് പരിശുദ്ധാത്മാവ് എന്നുള്ള യാഥാർത്ഥ്യം അറിയുവാനോ അംഗീകരിപ്പാനോ കഴിയാതെ പോയതുകൊണ്ടാണ് അവർ ഈ അനർത്ഥത്തിൽ ചെന്നു പതിച്ചത്. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുവിരിക്കുന്നു, സകല വിശുദ്ധന്മാർക്കും കൂടെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അപ്പോസ്തലൻ എഴുതിയ ലേഖനത്തിലാണ് ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നത്. ഇത് കൊരിന്തിലും അഖായിൽ എല്ലായിടത്തും അന്യഭാഷ പറഞ്ഞവരുടെ കാര്യം മാത്രമാണെന്ന് പറയുവാൻ സുബോധമുള്ളവർക്ക് എങ്ങനെ കഴിയും എന്നാണ് ആശ്ചര്യപ്പെടുന്നത്. ആത്മപ്രാവണം, ആത്മനിറവ്, ആത്മസ്നാനം, ആത്മാഭിഷേകം മുതലായ വിഷയങ്ങളെ അന്യഭാഷാ ഭാഷണ ശേഷി എന്ന പുതിയ നിയമ അനുഭവത്തോട് മാത്രം ബന്ധപ്പെടുത്തി ചിന്തിക്കുവാനും പഠിപ്പിക്കുവാനും മുതിരുന്നവർ സ്പഷ്ടമായ വേദസത്യങ്ങളോട് നീതി പുലർത്തുന്നവരല്ലെന്നാണ് മേൽപ്പറഞ്ഞ അച്ചാരമായി നമുക്ക് നൽകപ്പെട്ട അതേ ആത്മാവ് തന്നെ നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം ഒന്നാം സ്ഥാനം കൊടുത്ത് ഒന്നാമത് തന്നത് അങ്ങനെ കിട്ടിയില്ലെന്ന് പറയാൻ ആർക്കാണ് അവകാശം? ഈടുള്ള ഒരു പണയം എന്ന നിലയിലോ വിലയുള്ള ഒന്നാം ജാമ്യക്കാരൻ എന്ന നിലയിലോ വിശ്വാസിക്ക് ആത്മാവിനെ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിലും തെറ്റില്ല. ആത്മാവിനെ ഈട് തന്ന് ഇടപാട് ഉറപ്പിച്ച് ഭദ്രമാക്കി എന്നാണ് സാരം. പണയം വെച്ച് പണമോ മറ്റെന്തെങ്കിലും സാധനങ്ങളോ മറ്റൊരാളിൽ നിന്ന് വാങ്ങുന്ന ആൾ സാധാരണ നിലയിൽ ആദ്യം കൈമാറുന്നത് പണയ വസ്തുവാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആത്മസ്നാനം ആദ്യം തന്നെ നടക്കുന്നു എന്നാണ് വരുന്നത്. ഏതർത്ഥത്തിലായാലും വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലുമുള്ള സകല വിശ്വാസികൾക്കും അവർ വീണ്ടും ജനിച്ചപ്പോൾ തന്നെ ആത്മാവ് ലഭിച്ചിട്ടുണ്ടെന്നാണ് ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് അപ്പോസ്തലൻ സമർത്ഥിച്ചിരിക്കുന്നത്. ആത്മാവ് പ്രാപിച്ച് അന്യഭാഷ സംസാരിപ്പാനായി കാത്തിരുന്ന് അന്യഭാഷാ ഭാഷണാനുഭവം ഉണ്ടായിട്ടില്ലാത്ത ഒരു വിശ്വാസിക്കും ആത്മപ്രാവണം എന്ന വിശിഷ്ടാനുഭവം ഉണ്ടായിട്ടില്ലെന്നാണ് ആധുനിക പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾ ഒന്നായി കൊട്ടിഘോഷിക്കുന്നത്. അതിൻ്റെ പേരിലും ബലഹീനരെയും വചനനിശ്ചയമില്ലാത്ത പുതിയ വിശ്വാസികളെയും വശീകരിച്ച് മറിച്ചു കളവാനും വഴിതെറ്റിക്കുവാനും പരിശ്രമിച്ച് ആത്മാവില്ലാത്തവൻ എന്ന് അധിക്ഷേപിച്ച് മുദ്രയടിക്കുന്നതായും കേൾക്കുന്നുണ്ട്. സഹോദരന്മാരെ, തിരുവെഴുത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നിങ്ങൾ എന്ത് വായിക്കുന്നു എന്ന് ചോദിച്ചു പോവുകയാണ്. നമുക്ക് അച്ചാരമായി ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.